പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി പോലുള്ള നമ്മുടെ തൊഴിൽ മാധ്യമങ്ങൾക്കകത്ത് വന്നിട്ടുള്ള ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിലെ നിലവിൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നവരുടെ ആ ഒരു ഗതികേടിനെ കുറിച്ചാണ്. അത് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്കറിയാം, ഒരു റാങ്ക് ലിസ്റ്റിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് സിവിൽ പോലീസ് ഓഫീസർ, കഴിഞ്ഞ സിവിൽ പോലീസ് ഓഫീസറൊക്കെ ആണെങ്കിൽ 2 ഘട്ട പരീക്ഷയായിരുന്നു. ഇപ്പോൾ മെയിൻസ് പരീക്ഷ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഇന്ന് നമ്മുടെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഹോൾ ടിക്കറ്റ് വരും. ഹോൾ ടിക്കറ്റ് വന്നാലുടനെ ഞാൻ നിങ്ങൾക്കത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഞാനത് അറിയിച്ചു തരാം. അതുപോട്ടെ, ഇപ്പോൾ പറഞ്ഞത് വേറൊന്നുമല്ല, കഴിഞ്ഞ സിവിൽ പോലീസ് ഓഫീസർ പ്രിലിംസ് എഴുതി, മെയിൻസ് എഴുതി, പിന്നെ ഫിസിക്കലിന് പോയി, ഫിസിക്കൽ ജയിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് മെഡിക്കലും കഴിഞ്ഞിട്ട് ഇരിക്കുന്നവരുടെ കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 5600ഓളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഏകദേശം 5600ഓളം പേര് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലിസ്റ്റിൽ നിന്ന് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് 1500-നടുത്തുള്ള ഒഴിവുകൾ മാത്രമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കിവിടെ വായിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കിവിടെ കാണാനായിട്ട് കഴിയും. മുൻ പ്രാവശ്യത്തെ ലിസ്റ്റിൽ നിന്ന് ഏകദേശം 5610 പേർക്കാണ് നിയമന ശുപാർശ പോയത്. ഇപ്രാവശ്യം വെറും 1500-നടുത്ത് ഒഴിവുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു പരീക്ഷ നടത്തിയതുകൊണ്ട് മാത്രം, പരീക്ഷ നടത്തുന്നുണ്ട്, നല്ല കാര്യങ്ങൾ തന്നെയാണ്. കാര്യം ഇപ്പോൾ പുതിയ ചെയർമാൻ വന്ന ശേഷം നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ചും കൂടി ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അതിനൊന്നും യാതൊരു സംശയവുമില്ല. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റവും പറയത്തില്ല. പക്ഷേ എന്തിനാണ് ഈ ഒരു നിയമനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഒഴിവുകൾ ഇങ്ങനെ പൂഴ്ത്തി വയ്ക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന സിവിൽ പോലീസ് ഓഫീസർ, നമുക്കറിയാം അടുത്ത മാസം 22-ാം തീയതി സിവിൽ പോലീസ് ഓഫീസറിൻ്റെ പരീക്ഷ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒഴിവുകളായിട്ടാണോ ഈ പ്രാവശ്യം പരീക്ഷ എഴുതിയവരുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ള ഇത്രയും ഒഴിവുകളുടെ ഈ ഒരു എണ്ണത്തിൽ തകർച്ച എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷ നടത്തിയതെങ്കിൽ പിന്നെ ഒരു 2 വർഷത്തിൽ ഒരു പരീക്ഷ നടത്തിയാൽ മതി. ആവശ്യത്തിന് ഒഴിവുകളെല്ലാം കൊടുത്തുകൊണ്ട് 2 വർഷത്തിൽ ഒരിക്കലും ഒരു പരീക്ഷ നടത്തിയാൽ മതി. വെറുതെ ഇത്രയും ആൾക്കാർക്ക് പ്രതീക്ഷയും കൊടുത്ത് റാങ്ക് ലിസ്റ്റിലും കയറിയ ശേഷം അവരെന്തിനാണ് വെറുതെ ഒരു നിരാശയുടെ ഒരു വക്കിൽ കൊണ്ടെത്തിക്കുന്നത്? എങ്ങനെയാണ്? എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരുപാട് പേര് കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആ ഒരു വിഷമത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു വാർത്ത ആദ്യം പറഞ്ഞ ആ ഒരു ഒറ്റ കോൺസെപ്റ്റിൻ്റെ കാര്യത്തിലാണ്. വേറെ ഒന്നുമല്ല, എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇതേപോലെ റാങ്ക് ലിസ്റ്റിനകത്ത് വന്നിട്ട് നിയമന ശുപാർശ 200 പേർക്കേ പോയിട്ടുള്ളൂ, 300 പേർക്കേ പോയിട്ടുള്ളൂ, ഒരു വർഷത്തെ ഇതല്ലേ ഉള്ളൂ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കേരള PSCക്ക്, നമ്മുടെ കേരള സർക്കാരിനോ ചെയ്യാൻ പറ്റുമെങ്കിൽ ദയവേദം ചെയ്യുക. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നതല്ല, ഇത് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതാണ്. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ മാക്സിമം ഇത് എത്തേണ്ടവരിലേക്ക് എത്തുന്നവരെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഈ അവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വരാം, അല്ലേ? അതുകൊണ്ട് ദയവേത് എന്ത് ചെയ്യുക, ഇത് ഞാൻ ഇതുവരെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല, ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഞാൻ പറയാണ്, വേറൊന്നും കൊണ്ടല്ല, അത് ന്യൂസ് ചാനലുകളുടെ കയ്യിലെത്തിയാലേ ഇത് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് എത്തുന്നവരെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഈ വാർത്തയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ വായിക്കാനായിട്ട് കഴിയും. സിവിൽ പോലീസ് ഓഫീസറിന്റെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ സർക്കാരും ആഭ്യന്തര വകുപ്പും തയ്യാറാകണം. ഈ തസ്തികയുടെ മുൻ റാങ്ക് ലിസ്റ്റിൽ റദ്ദായി 3 വർഷമായിട്ടും 7 ബറ്റാലിയനുകളിലേക്കായിട്ട് 1500-നടുത്ത് ഒഴിവുകൾ മാത്രമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 1 വർഷമാണ് ഇതിന്റെ കാലാവധി. മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 5610 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചപ്പോൾ ഇത്തവണ അതിന്റെ പകുതി പേർക്ക് പോലും നിയമന ശുപാർശയ്ക്കുള്ള സാധ്യത കാണുന്നില്ല. എന്നാൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം മുൻ റാങ്ക് ലിസ്റ്റിനേക്കാൾ കൂടുതലുമാണ്. ഒഴിവുകൾക്ക് ആനുപാതികമായി മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ആൾക്കാരെ ഉൾപ്പെടുത്തൂ എന്ന് PSC വ്യക്തമാക്കിയിരുന്നെങ്കിലും പോലീസ് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളെ കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 13975 പേരാണ് ലിസ്റ്റിൽ. ഇതിൽ ഭൂരിഭാഗം പേർക്കും നിയമന ശുപാർശ ലഭിക്കത്തക്ക വിധം പോലീസ് സേവനങ്ങളിൽ അല്ലെങ്കിൽ പോലീസ് സേനയിൽ ഒഴിവുകളും നിലവിൽ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഇവയൊന്നും കേരള PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ നിയമനം വൈകുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രിലിമിനറി മെയിൻസ് പരീക്ഷകൾ നടത്തിയ ശേഷം തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റാണ് ഇത്തവണ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിന്റെ പ്രാധാന്യം നിയമനത്തിലും പ്രതിഫലിക്കണം എന്ന് പറയുന്നുണ്ട്. ആവശ്യത്തിന് പോലീസുകാരില്ലാതായാൽ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനമെല്ലാം താളം തെറ്റുകയാണെന്നുള്ള വാർത്തകൾ നിരന്തരം കാണുന്നു. എത്രയും വേഗം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് നിയമന നടപടികൾ ആരംഭിക്കണമെന്നാണ് പറയുന്നത്. എന്ത് വ്യക്തമായിട്ടാണ് അവർ ഇതിനകത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെ? കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പ്രിലിമിനറി മെയിൻസ് പരീക്ഷ നടത്തി, അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് കൂടി ആ ഒരു പരീക്ഷയ്ക്ക് ആ ഒരു പ്രാധാന്യം കൊടുക്കാതെ ഈ ഒരു ഒഴിവുകളും കാര്യങ്ങളും ഒട്ടും നികത്താതെ നിങ്ങൾ എന്തിനാണ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്?
വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് നടത്താൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഈ കേരള PSC വഴിയല്ലേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് ആ ഒരു ഉദ്യോഗാർത്ഥികളെ ദയവ് ചെയ്ത് ഒരു ഡിപ്രഷനിലേക്കൊന്നും കൊണ്ടെത്തിക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. കാര്യം ഒരുപാട് പേര് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു വാർത്തയാണ് പോലീസ് സേനയിൽ ആൾക്കാരുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആവശ്യത്തിന് പോലീസുകാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇല്ലാത്ത പോലീസുകാരെ നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുത്തൂടെ? പുറത്തു നിന്ന് റിക്രൂട്ടൊന്നും ചെയ്യേണ്ടല്ലോ, ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുത്താൽ പോരെ. പരീക്ഷ എഴുതി കഴിവുള്ളവരല്ലേ അതിനകത്ത് ഇരിക്കുന്നത്, ഫിസിക്കലും കഴിഞ്ഞ് മെഡിക്കലും കഴിഞ്ഞിട്ടുള്ളവരല്ലേ അതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊക്കെ ഒരു മാറ്റം വരുത്തി എത്രയും വേഗം തന്നെ അവരെ എടുക്കാനുള്ളൊരു നടപടി ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പം ആ ഒരു കാര്യം പറയുന്നതാണ്. പിന്നെ അത് സൈഡിൽ എഴുതിയിട്ടുണ്ടോ നോക്കിയാൽ PSC ആരെ പറ്റിക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു വാർത്ത എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് തുടരുന്ന അപ്രഖ്യാപിത നിയമന നിരോധനം എല്ലാ മേഖലയിലും വ്യാപിക്കുകയാണ്. വിവിധ തസ്തികകളിലേക്കായിട്ട് നിയമനങ്ങളിലെ കാലതാമസം ഏറ്റവും ഒടുവിൽ ആരോഗ്യ മേഖലയിലെ പ്രധാന തസ്തികയായിട്ടുള്ള നഴ്സിംഗ് ഓഫീസർ തസ്തികയിലേക്ക് വരെ എത്തി. സർക്കാർ ആശുപത്രിയിൽ നഴ്സുമാരുടെ കുറവുണ്ടായിട്ടും ഒഴിവുകൾ കണ്ടെത്താൻ അർഹതയുള്ളവർക്ക് നിയമനം നൽകാനും വേറെ ഒന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് നഴ്സുമാരുടെ കാര്യം അതും സെയിം സിറ്റുവേഷൻ ആണ്. അപ്പോൾ സർക്കാർ ആശുപത്രികളിൽ നഴ്സുമാരില്ല, നഴ്സുമാരുടെ കുറവ് എന്നൊക്കെ പറഞ്ഞിട്ടും അവരെ എന്ത് ചെയ്യുന്നതിൽ അപ്പോയിന്റ് ചെയ്യുന്നതിൽ നമ്മുടെ കേരള PSCയിൽ കാണിക്കുന്ന ഈ ഒരു മന്ദത അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് മൊത്തം ലിസ്റ്റുകാരെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥ കുറയ്ക്കുന്നതിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് ചാനൽസും കാര്യങ്ങളൊക്കെ കാണുന്ന രീതിയിൽ നിങ്ങൾ ഒന്നിൽ അവരെ ഒന്ന് മെൻഷൻ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നവരെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയുമേ നമുക്ക് നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥ ഇന്ന് അവർക്ക് വന്നെങ്കിൽ നാളെ എനിക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലും ഒക്കെ വന്നേക്കാം. അതുകൊണ്ടാണ്. അപ്പോൾ അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കേരള PSCയിൽ 43 പുതിയ വിജ്ഞാപനം വരുന്നുവെന്നാണ്. വിജ്ഞാപനങ്ങൾ വരുന്നതിനൊന്നും ഒരു കുറവില്ല കേട്ടോ. അപ്പോൾ പ്രധാന വിജ്ഞാപനങ്ങൾ എന്ന് പറയുന്നത് ജനറൽ സംസ്ഥാന തലത്തിനകത്ത് കോളേജ് വിദ്യാഭ്യാസത്തിനകത്തും അതുപോലെ തന്നെ ഒരുപാട് തസ്തികകളിൽ നിലവിനകത്ത് വരുന്നുണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ എന്താണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ, വാട്ടർ അതോറിറ്റിയിലേക്കുള്ളത്, അതുപോലെ തന്നെ വനം വകുപ്പിലേക്കുള്ളത്, പോലീസ് കോൺസ്റ്റബിൾ, അത് ശ്രദ്ധിക്കണം, ട്രാൻസ്പോർട്ട് വകുപ്പിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ, കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഹെറിറ്റേജ് ഡോക്യുമെന്ററി, അങ്ങനെയുള്ള ജനറൽ തലത്തിലും സംസ്ഥാന തലത്തിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും അങ്ങനെ ഒരുപാട് NCA റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെ ഒരുപാട് 43 തരത്തിലുള്ള 43 തസ്തികയിലേക്കുള്ള PSC വിജ്ഞാപനം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിജ്ഞാപനം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്യേണ്ട ഒരു കാര്യം, മാസത്തിൽ ഒരു 2 തവണയെങ്കിലും നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനകത്ത് വന്നിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻസിൽ നിങ്ങൾ അപ്ലൈ നൗ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക. ആരും നിങ്ങളുടെ അടുത്തൊന്നും പറയത്തില്ല. കാര്യം ഞാൻ ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എടാ നിനക്ക് 22-ാം തീയതി പരീക്ഷയില്ലേ? അപ്പോൾ അവൻ പറഞ്ഞ ഇത്രയാണ്, എടാ ഞാൻ പരീക്ഷ അയച്ചില്ല, മറന്നുപോയി, ഞാൻ അതിനെ അപ്ലൈ ചെയ്യാനായിട്ട് മറന്നുപോയി, ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർക്കൊക്കെ അയച്ചു കൊടുത്തു, ഞാൻ ഏകദേശം ഒരു 6-7 പേർക്ക് അയച്ചു കൊടുത്തു, പക്ഷേ എൻ്റെ അയക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ്. ആരും നിങ്ങളെ പ്രഷർ ചെയ്ത് നിങ്ങളെ PSC അയക്കാനും കൺഫർമേഷൻ കൊടുക്കാനൊന്നും പറയത്തില്ല. നിങ്ങളുടെ ആവശ്യമാണ്, ആ ആവശ്യം മുന്നറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പണിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സർവകലാശാല പ്രൊഫഷണൽ അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ, കാലിക്കറ്റ് സർവകലാശാലയിൽ 11 ഒഴിവ്, ശ്രീ ശങ്കരാചാര്യ 5, കേരളയിൽ 57, കുസാറ്റിൽ 22, MGയിൽ 18, വെറ്റിനറി ആൻഡ് അനിമൽ സയൻസിൽ 3, അഗ്രികൾച്ചറിൽ 7, കണ്ണൂരിൽ 1, ആകെ മൊത്തത്തിൽ യൂണിവേഴ്സിറ്റി പ്രൊഫഷണൽ അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിലായിട്ട് 124 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ KSEBിയിലെ സബ് എഞ്ചിനീയറിന്റെ ഷോർട്ട് ലിസ്റ്റിൽ 2006 പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈസ്കൂൾ ടീച്ചറിന്റെ ഫിസിക്കൽ സയൻസ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നു. നിയമന ശുപാർശ 29% പേർക്ക് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. 2940 പേരിൽ ഉൾപ്പെട്ട 947 എന്ന് വെച്ചാൽ ഏകദേശം 2950 പേർ ഉൾപ്പെടുന്ന ലിസ്റ്റിൽ ആകെ നിയമന ശുപാർശ പോയിട്ടുണ്ടായിരുന്നത് എത്രയാണ്? 873 ആണ്. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു 1000 പേരുടെ ലിസ്റ്റ് ഇട്ടാൽ പോരെ. എന്തിനാണ് ഈ 2000-3000 ആൾക്കാരുടെ ലിസ്റ്റ് ഇടുന്നത്? എന്തൊക്കെ കാണിക്കുന്നത്? അടുത്ത യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടറിന്റെ 2ാം ഘട്ട പരീക്ഷയിൽ 5 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഒരു ഉത്തരം തിരുത്തി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് രജിസ്റ്റർ മാറി ക്യാഷേ ആയി എന്ന് പറയുന്നുണ്ട്. വിവരങ്ങൾ അത് നമ്മുടെ IT-ക്കകത്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഞാനത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർക്കി പ്രൊഫഷണൽ ആൻസർക്കി വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രേസർ, അതുപോലെ തന്നെ സർവേയറിന്റെ ശരിയുത്തരങ്ങളുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിയെന്ന് പരാതി, ശരിയുത്തരങ്ങളുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിയെന്ന് പരാതി വന്നിട്ടുണ്ട്. സ്റ്റാഫ് നേഴ്സിന് 57 പേർക്ക് കൂടി നിയമന ശുപാർശ പോകുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത്
പിന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഈ ഒരു PSC തയ്യാറെടുപ്പിന് തൊഴിൽ വേദിയുടെ സമ്മാനം സ്കൂൾ പ്ലസ് ഡിജിറ്റൽ സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡിജിറ്റൽ സപ്ലിമെൻ്റ് നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്താൽ ഈ ഡിജിറ്റൽ സപ്ലിമെൻ്റ് ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ മലയാളം പഠിച്ചില്ലെങ്കിൽ നിയമനം കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് താങ്കൾക്ക് വിവിധ തസ്തികകളിൽ അപേക്ഷിക്കുന്നതിനോ പരീക്ഷ എഴുതുന്നതിനോ തടസ്സമില്ല. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് നിയമനം നേടാനും അവസരം ലഭിക്കും. നിയമനം ലഭിച്ച ശേഷം പ്രൊബേഷൻ പൂർത്തിയാക്കുന്നതിന് മുൻപ് മലയാളം മിഷന് കീഴിലുള്ള സീനിയർ ഹയർ ഡിപ്ലോമ പരീക്ഷയുടെ നിലവാരത്തിന് തുല്യമായിട്ടുള്ള പരീക്ഷ വിജയിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മലയാളത്തിന് മലയാളം തന്നെ വേണം കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫയർ വുമണ് നീന്തൽ പരീക്ഷ ഉണ്ടോ എന്ന് പറയുന്നുണ്ട്. ഫയർ വുമണ് നീന്തൽ പരീക്ഷ ഉണ്ടോ എന്ന് അതിനകത്ത് പറയുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി റെസ്ക്യൂ സർവീസ് അല്ലെങ്കിൽ ഫയർ വുമൺ ട്രെയിനി തസ്തികയിലേക്ക് കായികക്ഷമതാ പരീക്ഷയോടൊപ്പം നീന്തൽ പരീക്ഷയും നടത്തുന്നുണ്ട്. കായികക്ഷമതാ പരീക്ഷയിൽ വിജയിക്കുന്നവർക്കാണ് നീന്തൽ പരീക്ഷ. 2 മീറ്റർ അല്ലെങ്കിൽ 2 മിനിറ്റ് 15 സെക്കൻഡിൽ 50 മീറ്റർ നീന്തി പൂർത്തിയാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നീന്തൽ കുളത്തിന്റെ ആഴം കൂടിയ ഭാഗത്ത് 2 മിനിറ്റ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലവെള്ളം ചവിട്ടി നിൽക്കുക എന്നിവയാണ് പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 ഇനങ്ങളിലും വിജയിച്ചാൽ മാത്രമേ നീന്തൽ പരീക്ഷ വിജയിച്ചതായി കണക്കാക്കൂ. അപ്പോൾ നിലവെള്ളം ചവിട്ടാനും അറിയണം, അതുപോലെ തന്നെ എന്ത് ചെയ്യുക 50 മീറ്റർ നീന്താനും പറ്റണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ PSC ദിസ് വീക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ആഴ്ച നടത്തിയ പരീക്ഷകളുടെ കാര്യവും PSC അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ CPO പത്തനംതിട്ട, CPO ഇടുക്കി, പോലീസ് ഡ്രൈവറുടെ അഡ്വൈസുകൾ പോയ കാര്യവും സർവകലാശാല അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാര്യമൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഉൾപ്പെടെയുള്ള 10 തസ്തികകൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. 3 സാധ്യതാ ലിസ്റ്റുകൾ വരുന്നുണ്ട്. റാങ്ക് ലിസ്റ്റ് സംസ്ഥാനത്ത് ജലഗതാഗത വകുപ്പിലേക്കുള്ള പെയിന്ററിന്റെ റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ടെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ആഴ്ചത്തെ തൊഴിൽ വീതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് വലിയ വാർത്തകളൊന്നും ഇതിനകത്ത് ഇല്ല. പക്ഷെ വലിയ വാർത്തകൾ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ CPO അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസറിന്റെ കാര്യം പറയുന്ന വാർത്ത വലുത് തന്നെയാണ്. നമുക്ക് ഒരിക്കലും തന്നെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയവർക്ക് അതിൻ്റെ മുൻഗണന ലഭിച്ചേ മതിയാവൂ, അവർക്ക് നിയമനം കൊടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. എത്തിക്കേണ്ടവരിലേക്ക് തന്നെ നിങ്ങളൊന്ന് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയുന്നവർ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.